റോമർക്കെഴുതിയ രണ്ടാമത്തെ വാക്യം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഈ വചനത്താൽ കർത്താവ് അനുഗ്രഹിക്കും. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നിന്നാണ് ഒരു ദൈവശബ്ദം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ എല്ലാവരും എന്നെ ശ്രദ്ധിച്ച് എഴുതിയെടുക്കുന്നവർ എഴുതിയെടുത്തു. എല്ലാവരും ശ്രദ്ധയോടെ ആയിരിക്കണം. കാരണം വചനം ശ്രദ്ധിച്ചാലേ പിന്നീട് അത് പ്രാപിക്കാൻ പറ്റും. ചുമ്മാ ഇരുന്ന് കൈയടിച്ചുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ല. അത് മനസ്സിലാക്കണം. സ്തോത്രം. വചനം ഗ്രഹിച്ച് അതിനെ ആത്മാവിലേറ്റെടുത്ത് ആരാധിച്ച് വിടുതലുണ്ടാവും. സ്തോത്രം. അതുകൊണ്ട് ചുമ്മാ കേട്ട് ആരാധിക്കരുത്, വചനം കേട്ട് ഗ്രഹിക്കണം. അതുകൊണ്ട് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ദൂത് ദൈവം പ്രകാശിപ്പിച്ചു തരുമ്പോ എന്നോടുള്ളതാണെന്ന് ബോധ്യപ്പെട്ടാൽ അടുത്തിരിക്കുന്നവർ ആരാധിച്ചില്ലേലും നോക്കണ്ട, ദൈവത്തെ ആരാധിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ലേഖനങ്ങളിൽ ഒന്നാണ് റോമാലേഖനം. എന്ന് വെച്ച് മറ്റു ലേഖനങ്ങളൊക്കെ മോശമാണെന്നല്ല അർത്ഥം. എങ്കിലും റോമാലേഖനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ലേഖനങ്ങളിലൊന്നും. ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായി പൗലോസ് പറയുന്ന സന്ദേശം വിശ്വാസത്താലുള്ള നീതീകരണം. വിശ്വാസത്താലുള്ള നീതി. യഹൂദന്മാർക്കും ജാതികൾക്കും ഒരേപോലെ രക്ഷ ലഭ്യമാകുന്ന ആത്മീയ വശങ്ങളെ കുറിച്ച് പൗലോസ് പ്രഖ്യാപിക്കുകയാണ്. മനസ്സിലായോ? മനസ്സിലായോ നിങ്ങൾ? യഹൂദന്മാർക്കും ജാതികൾക്കും, അടുത്ത വാക്ക്, ഒരുപോലെ. അതിന് വലിയ ആമനുണ്ട്. യഹൂദന്മാർക്കും ജാതികൾക്കും ഒരുപോലെ, ഒരേപോലെ രക്ഷ പ്രാപിക്കേണ്ടതിന് ആവശ്യമാകുന്ന ആത്മീയ വശങ്ങളെ പൗലോസ് ആത്മാവിൽ വെളിപ്പെടുത്തി കൊടുത്തു. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പൊ അതിനകത്ത് എന്താ നമ്മള് തിരിച്ചറിയേണ്ട ഒരു സത്യം? രക്ഷ എന്ന് പറയുന്നത് സൗജന്യമാണ്. ഹലോ. രക്ഷ എന്ന് പറയുന്നത് സൗജന്യമാണ്. അതാരുടെയും കുടുംബ സ്വത്തല്ല. ഒരു കൂട്ടർക്ക് പ്രത്യേകം അവകാശപ്പെടാനുള്ള ഒരു കാര്യമല്ല രക്ഷ. ആണോ? ആണോ? രക്ഷ എല്ലാവർക്കും ഒരുപോലെയാണെന്ന പൗലോസ് പറയും. സ്തോത്രം. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഇങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു അവസരം ലഭിക്കപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ച് പൗലോസ് ബോധ്യപ്പെടുത്തുക. 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് വെച്ചാൽ വിശ്വാസത്താലല്ലാതെ നിങ്ങൾക്കൊരു നീതീകരണമില്ല.
നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാ എങ്കിലും അത് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നൊക്കെ കാട്ടിക്കൂട്ടിയാലും നീതീകരണം സംഭവിക്കണമെങ്കിൽ അത് വിശ്വാസത്താൽ മാത്രമേ. ഞാനത് ഒന്നുകൂടെ ഇറങ്ങി പുറകെ സംസാരിക്കാം. സ്തോത്രം. അപ്പം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ വിശ്വാസത്താലാണ് നീതീകരണം എന്ന് വെളിപ്പെടുത്തിയിട്ട് നമുക്ക് ദൈവം തന്ന ദൂതടങ്ങിയ 5-ാം അധ്യായം അതിന്റെ അനന്തര ഫലങ്ങളെയാണ് വെളിപ്പെടുത്തുന്നത്. കേൾക്കുന്നുണ്ടോ നിങ്ങള്? 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ വിശ്വാസത്താലാണ് നീതീകരണം. പഴയ നിയമ വിശുദ്ധന്മാരെ എക്സാമ്പിളായിട്ട്, ഉദാഹരണങ്ങളായിട്ട് എടുത്തു നിർത്തിയിട്ട് പൗലോസ് അത് തെളിയിച്ചു കഴിഞ്ഞിട്ട് പ്രൈസ് ദി ലോർഡ് പൗലോസ് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോ പറയുക, നിങ്ങൾ വിശ്വാസത്താൽ സ്വീകരിച്ച രക്ഷ, ആ രക്ഷ വെറും ഒരു രക്ഷ മാത്രമല്ല, ആഴമേറിയ ഫലങ്ങളുണ്ട്. മനസ്സിലായോ? ഹലോ. നമ്മൾ പ്രാപിച്ച രക്ഷ അതൊരു രക്ഷ എന്ന സംവിധാനത്തിൽ ഒതുക്കി നിർത്തി കാണരുത്. അതിനപ്പുറത്ത് പ്രാപിച്ച രക്ഷയ്ക്കകത്ത് ആഴമേറിയ ഫലങ്ങളുണ്ട്, ആഴമേറിയ അനുഗ്രഹങ്ങളുണ്ട്. അത് തിരിച്ചറിയണം. സ്തോത്രം. ഹല്ലേലൂയ. എന്നത് പറയാം, എല്ലാം പറയാൻ നേരമില്ല, ഒരു വിഷയം പറയാം. സ്തോത്രം. അപ്പോ ആദാമിലൂടെ മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ടു പോയ ദൈവവുമായിട്ടുള്ള ബന്ധം ശ്രദ്ധിച്ചു കേൾക്കണേ. ആദാമിലൂടെ മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ടു പോയ ദൈവവുമായിട്ടുള്ള ബന്ധം. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ ആത്മീയ ജീവൻ, ഇതിനെ തിരികെ പ്രാപിക്കാൻ ദൈവത്താൽ ഉണ്ടായ സംവിധാനമാണ് രക്ഷ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അത് അവരെ ബോധ്യപ്പെടുത്തുക പൗലോസ്. സ്തോത്രം. നഷ്ടപ്പെട്ടു പോയ ദൈവവുമായിട്ടുള്ള ബന്ധം, നിങ്ങളുടെ ആത്മീയ ജീവൻ, അത് നിങ്ങൾക്ക് തിരികെ പിടിക്കണമെങ്കിൽ, നിങ്ങൾക്ക് തിരികെ പ്രാപിക്കണമെങ്കിൽ ഈ രക്ഷ എന്ന സംവിധാനത്തെ വിശ്വാസത്താൽ ഏറ്റെടുക്കണം. സ്തോത്രം. ദൈവം എനിക്ക് പ്രകാശിപ്പിച്ചു തന്നൊരു ദൂത് ഞാൻ പറയാം. ഇന്ന് പകൽ പ്രാർത്ഥനയോടെ ദൈവമക്കൾ അത് സ്വീകരിക്കുക. റോമാലേഖനത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ പ്രാപിക്കത്തക്കവണ്ണം ദൈവത്താൽ ഒരുക്കപ്പെട്ട സംവിധാനത്തെ പൗലോസ് അവർക്ക് ബോധ്യപ്പെടുത്തി ആത്മാവിൽ കൊടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് എന്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് പ്രകാശിപ്പിച്ചു തന്നൊരു ദൂത് ഞാൻ പറയാം. ഇന്ന് പകലത് പറയണമെന്ന് ദൈവം എന്നോട് പ്രാരംഭത്തിൽ ഇടപെട്ടു. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതെന്നോടാണെന്ന് അകത്തളങ്ങളിൽ ദൈവാത്മാവ് പറയുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചെടുത്തോണം. നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ പ്രാപിക്കാനുള്ള
ഒരു ദൈവീക സംവിധാനം നിന്റെ അകത്തു ദൈവം തന്നിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് പകലിൽ അതിനെ ഒന്നാത്മാവിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഈ പ്രാർത്ഥന കഴിഞ്ഞ് നിനക്ക് ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ചിലതിനെ അവൻ നിനക്ക് മടക്കി തരും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് പകൽ നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി പ്രാപിക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ അകത്ത് പ്രാപിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഇന്ന് പകൽ ആ പല്ലിന് പ്രാപിച്ചതിനെ ഇന്ന് പകൽ ആത്മാവിൽ നീയൊന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ഇന്ന് പകൽ പ്രാരംഭമായി ദൈവശബ്ദം കൈമാറുന്നു. നഷ്ടപ്പെട്ടു പോയ ചിലതിനെ ദൈവം മടക്കി തരും. Oh, yes, yes. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. നിയോഗം കിട്ടുന്നവർ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥന, നഷ്ടപ്പെട്ടു പോയ ആരാധന, നഷ്ടപ്പെട്ടു പോയ ഉപവാസം, നഷ്ടപ്പെട്ടു പോയ അഭിഷേകം, നഷ്ടപ്പെട്ടു പോയ ദൈവം, നഷ്ടപ്പെട്ടു പോയ നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധം, നഷ്ടപ്പെട്ടു പോയ കൃപ, നഷ്ടപ്പെട്ടു പോയ നഷ്ടപ്പെട്ടു അനുഗ്രഹത്തെ, നഷ്ടപ്പെട്ടു ആരാധന, നഷ്ടപ്പെട്ടു ദൈവമൊരുക്കിയ രക്ഷയുടെ വർത്തമാനത്തിന്റെ ശക്തി ഇതിന്റെ യാതൊരു സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ ദൈവാത്മാവ് എന്നെ കാണിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ ചില മേഖലയ്ക്കകത്ത് നീ വിശ്വാസത്താൽ മുറുകെ പിടിച്ചിരിക്കുന്ന രക്ഷയുടെ സാന്നിധ്യം വ്യാപരിക്കുന്നു എന്ന്. രക്ഷയുടെ സാന്നിധ്യം എന്താണെന്ന് ഞാൻ അടുത്ത് ഇറങ്ങുമ്പോ പറയാം. രക്ഷയുടെ സാന്നിധ്യം എന്താണ്? ഇന്ന് പകൽ പ്രാർത്ഥിച്ചോണം. നഷ്ടപ്പെട്ടു പോയ മേഖലയ്ക്കകത്ത് നീ വിശ്വാസത്താൽ മുറുകെ പിടിച്ചിരിക്കുന്ന, പ്രതികൂലങ്ങൾ വന്നിട്ടും തള്ളിക്കളയാത്ത, പ്രതിസന്ധികൾ വന്നിട്ടും ഉപേക്ഷിക്കാത്ത, പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടും ഹല്ലേലൂയ തള്ളിക്കളയാത്ത, ഇപ്പോഴും വിശ്വാസത്തിൽ നീ കാത്തു സൂക്ഷിക്കുന്ന, രക്ഷയ്ക്കകത്തു വ്യാപരിക്കുന്ന, രക്ഷ എന്ന സംവിധാനത്തിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് ഇന്ന് മകൾ തിരിച്ചറിയുന്ന ദൈവമക്കളോട് ഞാൻ ആത്മനിയോഗത്തോടെ പറയാം. ആ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ ചിലതിനെ മടക്കിക്കൊണ്ടുവരുന്നതാണ്, നഷ്ടങ്ങളെ നികത്തുന്നതാണ്, നഷ്ടങ്ങളെ തിരികെ പ്രാപിക്കുന്നതാണ്. ഇതിന്റെ കൊണ്ട് പ്രാർത്ഥന നഷ്ടപ്പെട്ടവർ ഇതിന്റെ കൊണ്ട്, ആനന്ദ നഷ്ടപ്പെട്ടവർ ഇതിന്റെ കൊണ്ട്, ഉപവാസം നഷ്ടപ്പെട്ടവർ ഇതിനെ കൊണ്ട്, കണ്ണുനീര് നഷ്ടപ്പെട്ടവർ ഇതിനെ കൊണ്ട്, നഷ്ടപ്പെടുത്തിയവർ ഇതിനെ കൊണ്ട്, വെളിപ്പാടിന് വാക്കാലത്തവർ ഇതിനെ കൊണ്ട്, ദർശനത്തിന് പോരാടിയവർ ഇതിനെ കൊണ്ട്. എന്തിനാ പഠിച്ചിരിക്കുന്നത്? എന്തിനാ പഠിച്ചിരിക്കുന്നത്?
എന്റെ പ്രാർത്ഥന എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ ആരോഗ്യം എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ വെടിപ്പ് എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ ദർശനത്തിന് വന്നിട്ടുണ്ട്. എന്റെ ഉള്ളിൽ മടങ്ങി പ്രാപിക്കണം. പ്രിയപ്പെട്ടവരെ, രക്ഷയ്ക്കകത്തൊരു സാന്നിധ്യം. എന്താ? ഈ ദൂത് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെച്ചു. നഷ്ടപ്പെട്ടു പോയ മേഖലയിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ തിരികെ കയറ്റും. സ്വന്തം ശ്രദ്ധിച്ചേ, ഈ രക്ഷയ്ക്കകത്തൊരു സാന്നിധ്യമുണ്ട്. അതാണ് നമ്മൾ വായിച്ച വാക്യം. നാം നിൽക്കുന്ന കൃപ. രക്ഷയ്ക്കകത്ത സാന്നിധ്യം എന്താ? രക്ഷ നമ്മളെ വെളിപ്പെടുത്തിയ സാന്നിധ്യം എന്താ? കൃപ. 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 നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന എന്താ? കൃപ. മനസ്സിലായോ? നാം നിൽക്കുന്ന, ആർക്കറിയാം കൃപയിലാണോ? നമ്മുടെ ഇനിപ്പും പോകുമ്പോൾ കണ്ട കൃപയിലാണോ? ദൈവം തമ്പുരാൻ അറിയാം. കൃപയില് ഗതകാലത്ത് കൃപയുള്ളത്, കൃപ ഇല്ലാത്തത് തിരിച്ചറിയാൻ പറ്റാത്തൊരു, നിങ്ങൾ പിന്നെ ഈ കാലത്തൊന്നും അല്ല ജീവിക്കാത്തോട്ട് കിട്ടുമ്പോ എല്ലാരും ഉണ്ടോ ഇവിടെ? നാം നിൽക്കുന്ന കൃപ. കൃപയിലാണോ നിൽക്കുന്നത്? കൃപയിലാണോ നിൽക്കുന്നത്? ഉറപ്പുള്ള ഒരു രാമൻ പറഞ്ഞു. നാം നിൽക്കുന്ന കൃപ. സോദരം, ഈ കൃപയെ കുറിച്ച് നിങ്ങൾ അറിയണം. നമുക്ക് ആകെ എന്താ അറിയാതെ? കൃപയെ കുറിച്ച് നമുക്ക് ആകെ എന്താ അറിയാതെ? നിങ്ങളാരും മിണ്ടുന്നില്ല. നിങ്ങളാരും മിണ്ടുന്നില്ല. കൃപയെ കുറിച്ച് നമുക്ക് എന്താകെ അറിയാന്ന്? അർഹിക്കാത്ത സ്ഥാനത്ത് ദാനമായി ദൈവം തന്നതാണ് കൃപ. രക്ഷിക്കപ്പെട്ടപ്പം അറിയാവുന്ന സംഗതിയാണ്. രക്ഷിക്കപ്പെട്ടിട്ട് ഇത്രയും വർഷം കഴിഞ്ഞ് ഇത് തന്നെയാണ് ഇപ്പോഴും കൃപയെ കുറിച്ച് അറിയാം. അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം ദാനമായി തന്ന കൃപ. സ്തോത്രം. പക്ഷേ നമ്മെ നിർത്തുന്ന കൃപ, അതിനെക്കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കണം. ഞാൻ ഈ അധ്യായത്തിൽ നിന്ന് തന്നെ പഠിപ്പിക്കുന്നത് നിൽക്കുന്ന കൃപ. ഈ നിൽക്കുന്ന കൃപയ്ക്കകത്ത് ആദ്യം നമ്മളെ സംഭവിച്ച എന്താണെന്നറിയാം? നീതീകരണം. നീതീകരണം. ഹല്ലേലൂയ. എന്താണ് നീതീകരണം? കൃപയുടെ പ്രവർത്തനം ആരംഭിച്ചത് നീതീകരണത്തിലൂടെ. നമ്മളെ സ്തോത്രം. എന്താ എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം പ്രവർത്തികൾ കൊണ്ടല്ല നമ്മൾ നീതീകരിക്കുന്നത്.
ആ തിരിച്ചറിവ് നമുക്കുണ്ടാവും. സ്തോത്രം. എന്താ നമ്മള് ദൈവത്തിന് വേണ്ടി എന്തേലും ഒക്കെ ചെയ്തതിന്റെ പേരിലല്ല നമ്മൾ നീതീകരിക്കപ്പെട്ടത്. കേൾക്കുന്നുണ്ടോ? നമ്മള് സ്തോത്രകാഴ്ച ഇട്ടതിന്റെ പേരിലല്ല നീതീകരിക്കപ്പെട്ടത്. നമ്മള് ദാനധർമ്മം ചെയ്തതിന്റെ പേരിലല്ല നീതീകരിക്കപ്പെട്ടത്. പള്ളിക്ക് 10 സെന്റ് സ്ഥലം കൊടുത്തതിന്റെ പേരിലല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കേൾക്കുന്നുണ്ടോ? നിങ്ങള് കേൾക്കുന്നുണ്ടോ? നമ്മുടെ ഒരു വാഹനം ഇല്ലാത്ത ഒരാൾക്ക് കൊടുത്തതിന്റെ പേരിലല്ല നീതീകരിക്കപ്പെട്ടത്. യേശുവിന്റെ നാമത്തിൽ തിരിച്ചറിയണേ, തിരിച്ചറിയണേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു പ്രവൃത്തിയുടെയും ഫലമല്ല നീതീകരണം സംഭവിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ആ ചിന്തയുണ്ടെങ്കിൽ ഇന്ന് പകൽ എടുത്തു കളയാൻ ദൈവാത്മാ പറയുന്നു. സ്തോത്രം. ഈ കൃപയ്ക്കകത്തേക്ക് വന്നത് നിന്റെ പ്രവൃത്തി കൊണ്ടല്ലെന്ന ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. സ്തോത്രം. ഈ കൃപ നമ്മുടെ മേൽ പ്രവർത്തിച്ചു തുടങ്ങിയത് നമ്മൾ അങ്ങനെ ചെയ്ത പ്രവർത്തികൾ കൊണ്ടല്ല. സ്തോത്രം. പിന്നെയോ എവിടെയാണ് നമുക്ക് നീതീകരണം സംഭവിച്ചത്? കാൽവറിയുടെ കുലക്കളത്തിൽ. കാൽവറിയുടെ കുലക്കളത്തിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഒരുവൻ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ കഴിയുമോ? സ്തോത്രം, സ്തോത്രം. നമ്മൾ ഈ കാഴ്ച കണ്ട ഒരു സമയമുണ്ട്. എന്നറിയാവോ? നമ്മൾ മാനസാന്തരപ്പെട്ടെന്ന്, നമ്മൾ രക്ഷ ഏറ്റെടുത്തെന്ന്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഒരുവൻ തൂങ്ങിക്കിടക്കുന്ന കാഴ്ച കാണാൻ നിങ്ങൾക്കൊന്ന് പറ്റുമോ? പറ്റുമോ? സ്തോത്രം, സ്തോത്രം. കുറച്ചു നേരത്തേക്ക് ഗോലിയാത്തിനെ ദാവീദിനെയൊക്കെ ഒന്ന് മറക്ക്, കർമ്മേലൊക്കെ ഒന്ന് മറക്ക്. പ്രൈസലോ. നമ്മൾ ആകെപ്പാടെ ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെ കാണുന്നത് കർത്താവിന്റെ മേശയ്ക്ക് ഇങ്ങനെ ശീലമാക്കി വെച്ചിരിക്കുക. ഇതിന്റെ ഇടയ്ക്ക് ഒന്നും എന്ത് ചെയ്തില്ല. ഹല്ലേലൂയ. പലരും ചിന്തിക്കാറില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് ഹല്ലേലൂയ കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം കേട്ടോ. ആമേൻ. ഹല്ലേലൂയ. ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ ഒരുവൻ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നു. ഹല്ലേലൂയ. എന്തിനാ ക്രൂശിക്കപ്പെട്ടത്? നീതീകരണത്തിന്റെ സംവിധാനം ദൈവം ഒരുക്കുകയാ. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ. ആ ക്രൂശി കിടക്കുന്ന പ്രാണനാഥൻ അവൻ എനിക്ക് വേണ്ടിയാണ് തകർക്കപ്പെട്ടതെന്ന് നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ വിശ്വസിച്ചപ്പോൾ നമ്മുടെ മേൽ വ്യാപരിച്ചതാണ് ഈ കൃപ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? നിങ്ങൾ നിൽക്കുന്ന കൃപ, ഈ കൃപ എപ്പോഴാ? 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രാപിച്ചതല്ല, 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രാപിച്ചതല്ല. ഈ കൃപ നിന്റെ മേൽ നീതീകരണമായി ചലിച്ചത് എപ്പോഴാണെന്നറിയാമോ? ഹല്ലേലൂയ. ആകാശത്തിനും ഭൂമിക്കും മധ്യേ കിടക്കുന്നവൻ എന്റെ പാപത്തിന് വേണ്ടിയാണ് അവൻ തകർക്കപ്പെട്ടതെന്നുണ്ട്. വെളിപ്പാട് അകത്തേക്ക് കയറിയപ്പോൾ കണ്ണീരോടെ വിശ്വാസത്തോടെ വാങ്ങി നീ അതേറ്റുവാങ്ങി പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലായോ? നമ്മൾ നിൽക്കുന്ന കൃപ
ആ കൃപയാ. സ്വതന്ത്രം. നമ്മൾ നിൽക്കുന്ന കൃപയാ, കൃപയാ. കേൾക്കുന്നുണ്ടോ നിങ്ങള്? സ്തോത്രം. യേശു കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വിശ്വാസത്തെ ഏറ്റുപറഞ്ഞു. വിശ്വസിച്ചപ്പോ തന്നെ കൃപ വ്യാപരിക്കാൻ തുടങ്ങി. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? യേശു ക്രിസ്തു എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടവനാണെന്ന് നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്ന് നിനക്ക് ബോധ്യം വന്നോ, അത് നീ ഹൃദയത്തിൽ ഏറ്റെടുത്തോ, അന്ന് മുതൽ നീ അറിയാത്തൊരു കൃപ നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. നീ അറിയാത്തൊരു കൃപ നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ആ കൃപയാണ് പൗലോസ് എഴുതിയത്. നാം നിൽക്കുന്ന കൃപ, നാം നിൽക്കുന്ന കൃപ. ഇന്നലത്തെ 21 കിട്ടിയതല്ല ഈ കൃപ. ഇന്നലത്തെ ഉപവാസം നടത്തിക്ക് കിട്ടിയതല്ല ഈ കൃപ. വിശ്വാസത്തെ ഞാൻ ഏറ്റെടുത്തപ്പോൾ, എന്റെ കർത്താവിനെ ഞാൻ ഏറ്റെടുത്തപ്പോൾ എന്റെ വ്യാപരിച്ച കൃപ. ആ വെളിപ്പാട് ഇന്ന് പറയാൻ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. തെറ്റിദ്ധാരണയൊക്കെ മാറണം കേട്ടോ. ഉപവാസം ഇരുന്നപ്പോ കിട്ടി. സ്തോത്രം. സ്തോത്രം. ഉപവാസം ഇരിക്കുന്ന എന്തിനാ അറിയാം? സ്തോത്രം. ഞാൻ ഉപവാസം എന്താന്നല്ലേ ചോദിച്ചു. ഉപവാസം ഇരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങളൊന്ന് 21 ദിവസം ഇരിക്കുക ദൈവത്തോടുകൂടെ. അപ്പൊ ബാക്കി ദിവസം ഉപവസിക്കും. ഈ ഞാൻ പറയാറുണ്ട്, ദാനിയേൽ 21 ദിവസം ഇരുന്നു എന്ന് നമുക്ക് പറയും. ദാനിയേൽ 21 അല്ലിരുന്നു. ദാനിയേൽ ഉപവാസം ഇരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ദാനിയേൽ ഇരുന്നത് മറുപടി ലഭിക്കുന്നത് വരെ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി ഞാൻ പറഞ്ഞേ? ദാനിയേൽ 21 ഇരുന്നതല്ല, പക്ഷെ 21ാമത്തെ ദിവസമാ ദാനിയേലിന് മറുപടി വന്നത്. അതുകൊണ്ട് അത് 21 ആയത്. ദാനിയേൽ ഉപവസിച്ചത് ഞാൻ ദൈവസന്നിധിയിൽ വെക്കുന്ന വിഷയത്തിന് എനിക്ക് മറുപടി കിട്ടുന്നത് വരെ. പക്ഷേ നമ്മൾ പലപ്പോഴും പറയേണ്ടത് ഉപവാസം ഞാൻ കൃപ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേൽ ഒരു കൃപ വീണിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ നിങ്ങള്? യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്ത സമയത്ത് നമ്മുടെ മേൽ വ്യാപരിച്ചു തുടങ്ങിയ ഒരു കൃപയുണ്ട്. അതാ പൗലോസ് ഇവിടെ പറയുന്നേ. സ്വതന്ത്രം. അപ്പൊ നമ്മൾ ഉപവസിക്കുമ്പോൾ പിന്നെന്താ സംഭവിക്കുന്നേ? നമ്മൾ ഉപവസിക്കുമ്പോൾ നമ്മുടെ കൃപയ്ക്കകത്ത് ദൈവം പകർന്ന ശക്തി ഉണ്ടല്ലോ, അത് വർദ്ധിക്കുക ചെയ്യുന്നത്. കൃപ പ്രാപിക്കുകയല്ല, പ്രാപിച്ച കൃപയ്ക്കകത്ത് ശക്തിയാണ്. സ്തോത്രം. ദൈവം ഒരു കൃപ പകർന്ന മോശ എന്ത് ചെയ്തത്? അയച്ചത്. സ്തോത്രം. കൃപ പകർന്ന് അയച്ചത്. ചെങ്കടലിന്റെ മുമ്പിൽ നിന്നപ്പോൾ ദൈവം ഒരു കൃപയല്ല അവന് കൊടുത്തത്. കേൾക്കുന്നുണ്ടോ? ദൈവം ഒരു കൃപയല്ല അവന് കൊടുത്തത്. അവന്റെ മേൽ പകർന്ന കൃപയെ ശക്തിപ്പെടുത്തുക ദൈവം ചെയ്തത്. സ്വതന്ത്രം. നീ വടി എടുക്കുക. കണ്ടോ? പുതിയൊരു വടി കൊടുക്കുകയല്ല ചെയ്തത്, കൊടുത്ത വടി എടുപ്പിക്കുക ദൈവം ചെയ്തത്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ശ്രദ്ധിച്ച് വചനം കേൾക്കണം കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചേറ്റെടുത്തപ്പോ നമ്മുടെ മേൽ വ്യാപരിച്ചു തുടങ്ങിയ ഒരു കൃപയുണ്ട്.
ആ കൃപയിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. സ്തോത്രം. പുതിയൊരു കൃപയല്ല പകരുന്നത്, പകർന്ന കൃപയെ അവൻ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അപ്പം പൗലോസ് പറയുന്നു, നീതീകരണം കൃപയാൽ. സ്തോത്രം. നീ ശ്രദ്ധിക്കണമേ, രണ്ട് പറയുന്നത് ദൈവത്തോടുള്ള സമാധാനം. അതാ ഒന്നാം വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. രാമേ പറഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം സമാധാനം ഉണ്ട്. അർത്ഥം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നവരായിരുന്നു. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നവരായിരുന്നു. എങ്ങനെ അകന്നേ? പാപം മൂലം. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നവരായിരുന്നു പാപം മൂലം. പക്ഷേ കൃപ നമ്മളെ അടുപ്പിച്ചു. നിങ്ങൾക്ക് എത്ര പേർക്ക്? ഞാനിത് വെറുതെ പ്രസംഗിക്കല്ല, ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ അനുഭവിച്ചൊരു ആത്മസാന്നിധ്യമുണ്ട്. ഞാനിപ്പോ പ്രസംഗിക്കുമ്പോൾ അത് അനുഭവിക്കുന്നു. പാപം മൂലം അകന്നുപോയ നമ്മളെ കുറിച്ച് പൗലോസ് പറയുക, ഇപ്പോൾ നിങ്ങൾക്ക് ദൈവവുമായിട്ടൊരു സമാധാനമുണ്ട്. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് ദൈവവുമായിട്ടൊരു സമാധാനം ഉണ്ട്. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ ഇപ്പോൾ ശത്രുക്കളല്ല. ഒരാമേ പറഞ്ഞേ. നിങ്ങൾ ഇപ്പോൾ അകന്നവരല്ല. നിങ്ങളിപ്പോൾ മാറി നിൽക്കുന്നവരല്ല. അവനുമായിട്ടൊരു സമാധാനം നിങ്ങൾക്കുണ്ട്. അകന്ന് നിങ്ങളെ അവനിലേക്ക് അടുപ്പിച്ചു. സ്വതന്ത്രം, സ്വതന്ത്രം. അകന്ന് നിങ്ങളെ അവനിലേക്ക് അടുപ്പിച്ചു. അവനുമായിട്ടുള്ള സമാധാനം നഷ്ടപ്പെട്ട നിങ്ങൾക്ക് സമാധാനം ഉണ്ടായി. എങ്ങനെ കൃപ വ്യാപരിച്ചു. മഹത്വം. ഇന്ന് പകൽ ദൈവാത്മാവിന് വെളിപ്പാട് കൈമാറുക. ഏറ്റെടുക്കാൻ കഴിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. അകന്നുപോയ മേഖലകൾ ഉണ്ടെങ്കിൽ, ദൈവത്തോട് അകന്നുപോയ മേഖലകൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിച്ചോ. ദൈവമേ, അവിടെ കൃപ വ്യാപരിക്കണേ, അവിടെ കൃപ വ്യാപരിക്കണേ, അവിടെ കൃപ വ്യാപരിക്കണേ. എന്റെ കുടുംബത്തിന്റെ അകന്നുപോയ മേഖലകളുണ്ടെങ്കിൽ അവിടെ കൃപ വ്യാപരിക്കണേ. എന്റെ ഭർത്താവ് അകന്നുപോയിട്ടുണ്ടെങ്കിൽ അവിടെ കൃപ വ്യാപരിക്കണേ. എന്റെ തലമുറ അകന്നുപോയിട്ടുണ്ടെങ്കിൽ അവിടെ കൃപ വ്യാപരിക്കണേ. ഞാൻ അകന്നുപോയിട്ടുണ്ടെങ്കിൽ അവിടെ കൃപ വ്യാപരിക്കണേ. അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ എന്റെ മേൽ വ്യാപരിക്കണേ. ഇതിനെ തുടർന്ന് ഞാൻ അതിനെ കൈവച്ച് പറയുന്നതേ ഉള്ളൂ. ദൈവത്തിനെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അകന്നു പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് പറഞ്ഞ എക്സ്ക്യൂസ് കാണും, നിനക്ക് പറഞ്ഞ സാഹചര്യം കാണും. പക്ഷെ അകന്നു പോയിട്ടുണ്ടെങ്കിൽ ചില കുടുംബത്തിന്റെ അകത്ത് ഈ ദൈവം ചതിക്കുന്നു. ചില കുടുംബത്തിന്റെ ചതിക്കുന്നു. ചില വ്യക്തികളുടെ ദൂരം ചതിക്കുന്നു.
ജനം കാണുക ഈ ഭൂമിയെ ഏറ്റുനിൽക്കുന്നവരുമായി അടുത്തുള്ള ചിലർക്ക് ദൂരം ചലിക്കുന്നത് ദൈവത്തെ കാണിക്കുന്നു. ദൈവത്തെ കാണിക്കുന്നു. അടുത്തതുപോലെ അടുത്തതുപോലെ ദൈവത്തോട് അടുക്കാൻ കഴിയാതെ അകത്ത് നിൽക്കുന്ന ചിലതിനെ അടുപ്പിക്കാൻ ഈ കൃപ വ്യാപരിക്കുന്നു. ഈ കൃപ നീയും പ്രാർത്ഥിക്കും. കർത്താവേ, എവിടെയെങ്കിലും ഞാൻ അകന്നു പോയിട്ടുണ്ടെങ്കിൽ വ്യക്തമായി യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ രൂപം വ്യാപരിക്കുക. വ്യക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു. അകന്നു പോയ ചില മനസ്സ് ദൈവത്തിങ്കലേക്ക് അടുത്തു വരുമെന്ന് ദൈവാത്മാ ബോധ്യപ്പെടുത്തുന്നു. അവനിൽ കൃപ വ്യാപരിക്കാൻ പ്രാപിച്ചു. ഒരപ്പന് 2 മക്കളും. ഒരുത്തൻ സ്വത്ത് സമ്പാദ്യമെല്ലാം മേടിച്ചു പോയി, ദൂർത്തടിച്ചു, ദുർനടപ്പ് നടന്നു. പക്ഷെ നിങ്ങൾ അപ്പനെ ശ്രദ്ധിച്ചേ, അവൻ പോയെങ്കിലും അപ്പൻ അവനെ മറന്നില്ല. അവന്റെ മടങ്ങി വരവിന് വേണ്ടി അപ്പൻ നോക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ? ആരെങ്കിലും ദൈവത്തിങ്കലേക്ക് അടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ വീടിന്റെ അകത്തുള്ളവർ വേണം പ്രാർത്ഥിക്കാൻ. അപ്പനിരുന്നത് പോലെ നിനക്കിരിക്കാൻ പറ്റുമോ? അപ്പനിരുന്ന പോലെ നിനക്കിരിക്കാൻ പറ്റുമോ? എന്റെ തലമുറ മടങ്ങി വരാൻ
എന്റെ തലമുറ തിരിച്ചു വരാൻ അവന്റെ സ്തോത്രം. നാദാം പ്രവാചകൻ വന്ന് ദൂത് പറയുമ്പോ ദാവീദ് ദൈവസന്നിധി സമർപ്പിച്ചു. മരണയോഗ്യനായവനെ അതിന്റെ അകത്തൂന്ന് പുറത്തു കൊണ്ടുവന്നത് ദൈവത്തിന്റെ കൃപയാണ്. സത്യത്തിൽ ദാവീദ് മരണയോഗ്യനാണ്. പക്ഷെ അവൻ നിലമ്പാട് വീണു. മനസ്സിലാവുന്നുണ്ടോ? ദൈവവുമായിട്ട് സമാധാനം ഉണ്ടായി. അർത്ഥം, അകന്നു പോയതിനെ ദൈവത്തിന്റെ കൃപയെ അടുപ്പിച്ചു. ക്രിസ്തു മൂലം പകർന്ന കൃപയെ അടുപ്പിച്ചെന്ന്. അതാണ് നിങ്ങൾ നിൽക്കുന്ന കൃപ. മനസ്സിലായോ? മൂന്നാമത്തെ കാര്യം ഭയമില്ലാത്ത പ്രവേശനമാണ്. ഈ കൃപയുടെ പ്രത്യേകത മൂന്നാമത്തത് ഭയമില്ലാത്ത പ്രവേശനം. എന്താ ഇതിന്റെ അർത്ഥം? പഴയ നിയമ ചരിത്രത്തിൽ എല്ലാവർക്കും ദൈവ സാന്നിധ്യത്തിന്റെ അടുത്തേക്ക് പോകാൻ അനുവാദമില്ല. സ്തോത്രം. Praise the Lord. കേൾക്കുന്നുണ്ടോ? അനുവാദമില്ല. നിയോഗിക്കപ്പെട്ടവർ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? അകത്തോട്ട് പോകുന്നത്. കേൾക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. ഭയമാണ്. എന്തോ സംഭവിച്ചു? അതിന്റെ നടുവിലേക്ക് കൃപ ഇറങ്ങി. സ്തോത്രം. അതിലേക്ക് എന്തിറങ്ങി? കൃപ ഇറങ്ങി. ആരുടെ? ക്രിസ്തുവിന്റെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആവർത്തിച്ച് പറയുന്നൊരു വാക്യമുണ്ട്, സമയഭേദം കൂടാതെ ഏത് സമയത്തും കൃപാസനത്തിലേക്ക് ചെല്ലാൻ നമുക്ക് എന്ത് കിട്ടി? എന്നാ കിട്ടി? സമയഭേദം കൂടാതെ ഏത് സമയത്തും കൃപാസനത്തിലേക്ക് ചെല്ലാനുള്ള. അപ്പൊ എന്താ സംഭവിച്ചേ? പഴയ നിയമത്തിൽ ദൈവ സാന്നിധ്യവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പരിധി ഉണ്ടായിരുന്നു ജനത്തിൽ. വെറുതെ ഒരു കഥ പോലെ കേൾക്കരുതേ. ദൈവം നമ്മളിൽ പകർന്ന കൃപയുടെ വലിപ്പം മനസ്സിലാക്കണം. ഒരു പരിധി ഉണ്ടായിരുന്നു. പരിധിക്കപ്പുറം ജനത്തിന് പോകാൻ അനുവാദമില്ല. പക്ഷെ യേശു ക്രിസ്തുവിന്റെ കൃപ വ്യാപരിച്ചപ്പോ ദൈവ സാന്നിധ്യത്തിന്റെ അകത്തേക്ക് കയറാനുള്ള പരിമിതി മാറി. സ്തോത്രം. ഇപ്പോൾ ഭയത്തോടെ, ഭയം വേണ്ടതല്ല, ദൈവത്തെ ഭയമാണ്. ആ ഭയമല്ല ഈ പറയുന്നത്. ഇപ്പൊ ഭയത്തോടെ അല്ല, മക്കളെന്ന അവകാശത്തോടെ. എത്ര പേർക്ക് ആ വെളിപ്പാട് കിട്ടി? മക്കളെന്ന അവകാശത്തോടെ എങ്ങോട്ട് കയറി? ദൈവ സാന്നിധ്യത്തിന്റെ അകത്തേക്ക് കയറി. ഓ സ്തോത്രം.
സ്തോത്രം. ഒന്നിനും കൊള്ളാത്ത നമ്മളെ, ചേറ്റിക്കിടന്ന നമ്മളെ, കുപ്പയിൽ കിടന്ന നമ്മളെ, ഒരർഹതയും ഇല്ലാത്ത നമ്മളെ കൃപ ഇപ്പൊ കേട്ടിയിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ കിടന്ന അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽ അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ ദൈവ സാന്നിധ്യത്തിന്റെ നിന്റെ ദൈവ സാന്നിധ്യത്തിന്റെ അകത്തേക്ക് നയിക്കുന്ന കൃപ. ആ കൃപ പരിമിതികളെ ഭേദിച്ചത്. സ്വോത്രം സ്വോത്രം. ആ കൃപ പരിമിതികളെ ഭേദിച്ചു. ആ കൃപ വേലികളെ പൊളിച്ചു. സ്വോത്രം സ്വോത്രം സ്തോത്രം 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 സ്തോത്രം. ഈ സാന്നിധ്യം ഇപ്പോൾ ഇരിക്കുന്നത് നിന്റെ അകത്താണ്. സത്യം പറ, സത്യം പറ. ആഗ്രഹിക്കുന്നില്ലേ ഇന്നലകളിൽ ഉണ്ടായിരുന്ന ആ സാന്നിധ്യം ഒന്നുകൂടെ ഒന്ന് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നതിനകത്തില്ലേ? ഞാൻ ചുമ്മാ ഇരുന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കല്ല, വിവേചിച്ച ദൈവാത്മാവിൽ പ്രസംഗിക്കുന്നത്. നീ ആഗ്രഹിക്കുന്നില്ലേ എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടു ആ സാന്നിധ്യത്തിലേക്ക് ഇറങ്ങേണ്ടതുപോലെ ഇറങ്ങുവാൻ കഴിയാത്ത വിധത്തിൽ ആ സാന്നിധ്യം എന്നിൽ വെളിപ്പെടേണ്ടതുപോലെ വെളിപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ അനുഭവിക്കുന്ന അതിന് ബുദ്ധിമുട്ടുകളുണ്ട് എന്നാൽ ഇന്ന മകൾ ഉണ്ട്. ഹൃദയത്തിലുള്ള ദൈവം പറയുന്നത് സമർപ്പിച്ചു കൊടുത്തു. ഹൃദയത്തിലെ കൊടുത്തു. ഈ ഹൃദയത്തിലെ കൊടുത്തു.
ഇതൊരു വിടവിന്റെ ദൂതാണ്. ദൈവം ചെയ്യുക. അല്പനേരം ആത്മാവിൽ പ്രാർത്ഥിച്ചേ. അല്പനേരം ആത്മാവിൽ പ്രാർത്ഥിച്ചേ. അല്പനേരം ആത്മാവിൽ പ്രാർത്ഥിച്ചേ. അല്പനേരം ആത്മാവിൽ പ്രാർത്ഥിച്ചേ. ആത്മഹോളം പ്രാർത്ഥിക്കണം. ദൈവസ്ഥാനത്തെ മാനങ്ങളിലേക്ക് ഇന്ത്യ യുവക്കുന്ന പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ഈ അത് അഴിഞ്ഞു മാറും. നടക്കും.
സാന്നിധ്യം അവകാശത്തോടെ പ്രാപിക്കണം. സാന്നിധ്യത്തിലേക്ക് കെട്ടിയ മോശ ഇറങ്ങി വന്നപ്പോൾ അവന്റെ മുഖത്തേക്ക് ജനത്തിൽ കഴിഞ്ഞില്ല എന്ന് ഇവനും കരുതിയെങ്കിൽ ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ നീ എഴുന്നേൽക്കുമ്പോൾ നിന്റെ മൂലഭാവം പഴയ നിയമത്തിൽ പരിമിതികളുണ്ടായി. പക്ഷേ പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരിച്ചറിഞ്ഞു വെളിപ്പാട്. ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കാൻ നിനക്കൊരു തടസ്സവും ഇല്ല. നീ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, നീ വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ, നിന്നെ അതിലേക്ക് കയറ്റുന്ന കൃപയെ കുറിച്ച പൗലോസ് എഴുതിയത് നാം നിൽക്കുന്ന കൃപ. ദൈവ സാന്നിധ്യത്തിന്റെ ആഴങ്ങളിൽ നമ്മളെ പ്രവേശിപ്പിക്കുന്ന കൃപയാണ്. സ്തോത്രം. സ്തോത്രം. പെന്തക്കോസ്തുകാർ ആരാധിക്കുമ്പോ പലർക്കും പുച്ഛമാ. പെന്തക്കോസ്തുകാർ അന്യഭാഷ പറയുമ്പോ പലർക്കും പുച്ഛമാ. പെന്തക്കോസ്തുകാർ ബഹളമുണ്ടാക്കുന്നു, പ്രശ്നമുണ്ടാക്കുന്നു എന്നൊക്കെയാ പറയുന്നത്. പക്ഷെങ്കിൽ അവരനുഭവിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. അവർക്ക് പിടിച്ചു നിർത്തുവാൻ കഴിയാത്തൊരു സാന്നിധ്യമുണ്ട്. പെന്തക്കോസ്തു നാളിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ വാഗ്ദത്ത പ്രകാരം ഇറങ്ങി വന്ന ഒരു പരിശുദ്ധയാത്മാവ് ഇന്നും ഇവിടം വിട്ടു പോയിട്ടില്ല. ഇവിടം വിട്ടു പോയിട്ടില്ല. ഇവിടം വിട്ടു പോയിട്ടില്ല. ഒരു ദേശത്തെ ഇളക്കിയ സാന്നിധ്യമുണ്ട്. ഓ കൃപ, 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 കൃപ അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം. പലരും സാന്നിധ്യത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ട്. ഇന്നലകളിൽ അനുഭവിച്ച സാന്നിധ്യങ്ങളിൽ നിന്ന് പലരും പുറകോട്ട് പോയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഏൽപ്പിച്ചോ. കൃപ നിന്നെ അതിലേക്ക് നയിക്കുക. കൃപയുടെ ശക്തി നിന്നെ അതിലേക്ക് നയിക്കുക. കൃപയുടെ സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ മീറ്റിങ്ങിന് പോയി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, ദൈവാത്മാവ് ഇങ്ങനെ ഇടപെട്ടു. അപൂർണത നമ്മിലുണ്ട്. അപൂർണത, അതിനെ പൂർണതയിലേക്ക് വരുത്തണം. നമ്മളിലുള്ള അപൂർണത എന്ത് ചെയ്യണം? പൂർണതയിലേക്ക് വരണം. സ്വതന്ത്രം. അപ്പൊ ദൈവാത്മാവ് പറഞ്ഞിങ്ങനെ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വിഷയങ്ങൾ പൂർണ്ണതയിലേക്ക് വരണം. നമ്മുടെ വിഷയങ്ങൾ പൂർണ്ണതയിലേക്ക് വരണം. പരിശുദ്ധാത്മാവ് പറഞ്ഞു, നമ്മളെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ വിഷയം കിടക്കുന്നത്. കേൾക്കുന്നുണ്ടോ? നമ്മളെ ഡിപ്പെൻഡ് ചെയ്താണ്. ദൈവാത്മാവ് പറഞ്ഞത്, വിഷയങ്ങളല്ല പൂർണ്ണതയിലേക്ക് വരണം. നീ പൂർണ്ണതയിലേക്ക് വന്നാൽ നിന്റെ വിഷയം പൂർണ്ണതയിലേക്ക് വന്നു.
എഴുതുന്നുണ്ടോ? നമ്മൾ പൂർണ്ണതയിലേക്ക് വന്നാൽ നമ്മുടെ വിഷയങ്ങൾ പൂർണ്ണതയിലേക്ക് വരും, നമ്മുടെ മറുപടികൾ പൂർണ്ണതയിലേക്ക് വരും. നമ്മുടെ പ്രശ്നം എന്താ? നമ്മുടെ വിഷയത്തിന്റെ അകത്തൊരു പൂർണ്ണത കാണാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വിഷയത്തെ നോക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ നമ്മളെ ഒന്ന് നോക്കിക്കേ. നമ്മളിൽ പൂർണ്ണത വരേണ്ട ഭാഗങ്ങളെ ഒന്ന് ആത്മാവി കണ്ടേ. അവിടെ വെച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നമ്മൾ പൂർണ്ണതയിലേക്ക് വരുമ്പോൾ നമ്മുടെ വിഷയത്തെ പൂർണ്ണതയിലേക്ക് ദൈവം കൊണ്ടുവരും. ഞാൻ ഇതെന്തിനാ പറയാം. നമ്മൾ ദൈവ സാന്നിധ്യത്തിന്റെ ആഴങ്ങളിൽ വന്നാൽ, നമ്മൾ ദൈവ സാന്നിധ്യം പ്രാപിക്കേണ്ടതുപോലെ പ്രാപിച്ചാൽ, നിലനിർത്തിയാൽ, നമ്മുടെ വിഷയത്തിന്റെ അകത്ത് ആ സാന്നിധ്യം പ്രവർത്തിച്ചോളും. എക്സാമ്പിൾ പറയാം. മെലീത്തയുടെ ദ്വീപിൽ പൗലോസിനെ ഒരു അണലി കയ്യിൽ ചുറ്റി. സ്തോത്രം. ഒരു പാസ്റ്റർമാര് വന്നും പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥിച്ചോ? ഇല്ല. എങ്ങനെ രക്ഷപ്പെട്ടെന്ന് അവർക്ക് അറിയത്തുള്ളൂ. ഒരു പാസ്റ്റർമാരും വന്ന് പ്രാർത്ഥിച്ചില്ല. ഇനി പൗലോസ് ശാസിച്ചെന്ന് എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? സ്തോത്രം. പക്ഷേ ദൈവ സാന്നിധ്യത്തിൽ നിന്നവന്റെ അകത്തേക്ക് ഒരു തുള്ളി വിഷം കയറി. പക്ഷെ ഇതെവിടെ കിടക്കുന്നു? കയ്യേല കിടക്കുന്നു. കുത്തിയിട്ട് കയ്യെ ചുറ്റിയിരിക്കുക. കയ്യേല കിടക്കുന്നത് ശരിയല്ലേ? പക്ഷെ പൗലോസ് അവിടെ ശാസിച്ചൊന്നുമില്ല. പക്ഷെ ദൈവ സാന്നിധ്യം ഉള്ളവന്റെ അകത്തേക്ക് എന്ത് കയറിയില്ല? വിഷം കയറിയില്ല. അവൻ അതിനെ കുടഞ്ഞു. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ദൈവ സാന്നിധ്യത്തിലേക്ക് കയറിയാൽ കൊത്തു കിട്ടും, ചുറ്റും. പക്ഷെ നിനക്കൊരു കേടുണ്ടെന്നില്ല, നിനക്കൊരു വിഷയമില്ല. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? നമ്മൾ പൂർണ്ണതയിലേക്ക് വരണം. നമ്മൾ ദൈവ സാന്നിധ്യത്തിന്റെ ആഴത്തിലേക്ക് വരണം. അതാണ് പോൾ ഇവിടെ പറയുന്നത്. ഭയത്തോടെ കേറാൻ നിബന്ധനകളുള്ള സമയത്ത്. പുതിയ നിയമ ഇസ്രായേലരെ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ തിരിച്ചറിയണം, ദൈവ സാന്നിധ്യത്തിലേക്ക് ഒരു തടസ്സവുമില്ലാതെ കയറി ചെല്ലാൻ നിങ്ങളെ സഹായിക്കുന്നത് ഈ നിലനിൽക്കുന്ന കൃപയാണ്. സ്തോത്രം. ഒരു കാര്യം കൂടെ പറയാം, പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. നാലാമത്തെ കാര്യം, ഈ കൃപയുണ്ടോ നീ സേഫാ. മനസ്സിലായോ? നീ കൃപയുണ്ട്, സുരക്ഷിതമാണ്. യേശുവിന്റെ നാമത്തിൽ. അവിടെ എന്താ എഴുതിയേ? നിൽക്കുന്ന, അല്ലേ? എന്താ? സ്തോത്രം. സ്തോത്രം. നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനെ കാണിക്കുന്നത് ഉറപ്പിനെയാണ്. ആടുന്നില്ല, ഉറച്ചു നിൽക്കുക. നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഉറപ്പിനെയാണ് കാണിക്കുന്നത്. എന്താ? ഉറപ്പ്. സ്തോത്രം. എന്താ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? കൂടുതൽ ദൂതൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ജൂലൈ 1, 12:45 വരെ നിന്നത് കൃപ. അതിന്റെ അർത്ഥം അതാണ്. ഇപ്പോഴും പലതും വന്നിട്ടും തീര തള്ളി കയറുന്നത് പോലെ പലതും പടകിനെതിരെ വന്നിട്ടും തിരമാല അടിക്കുന്നത് പോലെ പലതും അടിച്ചിട്ടും ഇന്നും നിൽക്കുന്നതിന്റെ കാരണം എന്റെ
അത് ഓർമ്മയുള്ളവർ നന്ദി പറയണം. അത് ഓർമ്മയുള്ളവർ പ്രാർത്ഥിക്കണം. അത് ഓർമ്മയുള്ളവർ സ്തുതിക്കണം. തകർന്നു ഭൗതികതകൾക്ക് നശിച്ചെടുക്കപ്പെട്ടെടുത്ത് ഇല്ലാതാകപ്പെട്ടവർക്ക് പൗലോസ് ഇത് പറയുമ്പോ പൗലോസ് മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഞാൻ എന്താകുന്നു, ഞാൻ എന്താകുന്നു അതെല്ലാം കൃപയാൽ. മനസ്സിലായോ നിങ്ങൾക്ക്? പഠിപ്പിക്കുക മാത്രമല്ല മനുഷ്യൻ ചെയ്തത്, ജീവിതത്തിൽ വെളിപ്പെട്ടു. പറയാം, പൗലോസിന് ശാരീരികമായി ബലഹീനതയുണ്ട്. പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ ക്ഷീണാവസ്ഥ ഒന്ന് മാറ്റണം, ഈ ക്ഷീണാവസ്ഥ ഒന്ന് മാറ്റി തരണം. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, പൗലോസേ ഇത് മാറ്റത്തില്ല, പക്ഷേ എന്റെ കൃപ നിന്റെ അകത്തുണ്ട്. ഹലോ, എന്റെ കൃപ നിന്റെ അകത്തുണ്ട്. എന്റെ കൃപ നിന്റെ അകത്തുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം. ആ ക്ഷീണം വന്നുടനെ ഇന്നാ മോനെ പുതിയൊരു കൃപ പിടിച്ചോ എന്നല്ല ദൈവം പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? ബലഹീനതയെ കുറിച്ച് പ്രാർത്ഥിച്ചപ്പോ, ക്ഷീണത്തെ കുറിച്ച് പ്രാർത്ഥിച്ചപ്പോ, എന്നാ ഇന്നാ കുഞ്ഞ് ഒരു കൃപ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്കല്ലേ ചെയ്തേ. സ്തോത്രം. അവന്റെ അകത്തൊരു കൃപയുണ്ടെന്ന് ദൈവത്തിനറിയാം. നിന്റെ അകത്തൊരു കൃപയുണ്ട്. ബലഹീനതയിൽ അത് ശക്തിപ്പെടുത്തും. ബലഹീനതയിൽ അത് ശക്തിപ്പെടുത്തുന്നില്ലേ? ബലഹീനതയിൽ അത് ശക്തിപ്പെടുത്തുന്നില്ലേ? ദൈവം പറയുക, പല ബലഹീനത വന്നിട്ടും നീ തകർന്നു പോകാതെ ശക്തിപ്പെടുത്തുന്നുണ്ടോ? നന്ദിയോടെ ശ്രദ്ധിക്കാൻ പറ്റും. ഇതാണ് കൃപ. ഇന്ന് ഒത്തിരി കൃപ ഇറങ്ങിയിട്ടുണ്ട്, അല്ലേ അച്ഛാ? ഇന്ന് ഒത്തിരി കൃപ ഇറങ്ങിയിട്ടുണ്ട്. സത്യം മനസ്സിലാക്കണം. കിടന്ന് പൊട്ടുകളിക്കരുത്. സത്യം മനസ്സിലാക്കണം. നീ യേശു ക്രിസ്തുവിനെ വിശ്വാസത്താൽ ഏറ്റെടുത്തപ്പോൾ നിന്റെ മേൽ വ്യാപിച്ച ഒരു കൃപയുണ്ടെന്ന്. ആ കൃപയാണ് നിന്റെ നിത്യതവരെ നടത്തുന്നത്. ഇന്ന് പലരും പോക്കറ്റിലിട്ടുണ്ട്, ഇന്നാ പിടിച്ചോ എന്ന് തരുന്ന കൃപയല്ലത്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ അങ്ങനെ ക്രൂശിൽ കിടക്കുന്നവന്റെ സ്നേഹത്തെ ഏറ്റെടുത്ത സമയത്ത് നിങ്ങളെ വ്യാപരിച്ച ആ കൃപയാണ് ഇന്നും നിങ്ങൾ ധ്യാനിക്കുന്നത്. ഇതിന്റെ അകത്ത് രക്ഷയിൽ ഇച്ചിരി ദീർഘ വർഷമുള്ളത് ജെയിംസ് അച്ഛനൊക്കെ ഉണ്ട്. എത്ര വർഷമായി അച്ഛാ രക്ഷ? 26 വർഷം. പെട്ടെന്ന് മനസ്സിലാകാനാ പറഞ്ഞു. 26ാം വർഷം കഴിഞ്ഞു. അപ്പൊ അതിൽ ആ രക്ഷിക്കപ്പെട്ട ആ വർഷം ഉണ്ട്. എന്നാ വെച്ചാൽ 99 ഈ കർത്താവിനെ ഏറ്റെടുത്തു. അന്നൊരു കൃപ ഇറങ്ങി. കേൾക്കുന്നുണ്ടോ? ഇത് നമ്മള് രക്ഷിക്കപ്പെട്ട സമയമൊക്കെ ചിന്തിച്ചോണം കേട്ടോ. നമ്മൾ രക്ഷിക്കപ്പെട്ട ചിന്തിച്ചോണം. ഹല്ലേലൂയ, സ്തോത്രം. കൃപ എന്ത് ചെയ്തു? യേശുവിനെ എനിക്ക് വേണ്ടി കർത്താവ് തകർക്കപ്പെട്ടവനാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചപ്പോൾ എന്തോ വ്യാപരിക്കാൻ തുടങ്ങി. കൃപ വ്യാപരിക്കാൻ തുടങ്ങി. അതാ രക്ഷയിലേക്ക് എത്തിച്ചേ, നീതീകരണം സംഭവിച്ചേ. ആ കൃപ
2026 വ്യാപരിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായോ? നിങ്ങളുടെ മേൽ കൃപ ഇറങ്ങിയത് ഇന്നലത്തെ പ്രാർത്ഥനയിലല്ലെന്ന്. നിങ്ങളുടെ മേൽ കൃപ ഇറങ്ങുന്ന ഇന്നത്തെ പ്രാർത്ഥനയിലല്ലെന്ന്. നീ രക്ഷിക്കപ്പെട്ടും നീതീകരണം നടന്നപ്പോൾ നിന്റെ മേൽ ഇറങ്ങിയ കൃപയാണ് 26 വർഷമായിട്ട് നിന്നെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ പൗലോസ് പറയാ, എടാ ഈ കൃപയാ നിന്നെ നിർത്തിയിരിക്കുന്നത്. പൗലോസ് അവരോട് പറയാ, ഈ കൃപയിലാണ് നിങ്ങൾ നിൽക്കുന്നത്, ഈ കൃപയിലാണ് നിങ്ങൾ വരുന്നത്, ഈ കൃപയിലാണ് നിങ്ങൾ നിൽക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞത് 1 മുതൽ 4 വരെയുള്ള അധ്യായം നീതീകരണം വിശ്വാസത്തിലാണ് പറയുമ്പോൾ, 5-ാം അധ്യായം അനന്തര ഫലം, ആഴമേറിയ ഫലമാ പറയുന്നേ. അതിൽ 1-ാമത്തെ കാര്യമാണ് നിൽക്കുന്ന കൃപ. ഏതാ കൃപ? മക്കൾ എന്ന അവകാശ പദവി. ഒരാമൻ എത്ര പേര് പറയും? മകൻ, മകൾ എന്ന് വിശേഷിപ്പിക്കുന്ന അവകാശ പദവി. നീ രക്ഷിക്കപ്പെടുമ്പോ ഒന്നും കിട്ടത്തില്ലെന്ന് വിചാരിക്കല്ലേ. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ അകത്ത് ലഭിക്കപ്പെടുന്ന അനന്തരമായ 1-ാമത്തെ ഫലമാ, നീ അവന്റെ മകനാകും, നീ അവന്റെ മകളാകും. വചനത്തിന്റെ വെളിപ്പാട് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കണം? ഇന്ന് പകൽ കൃപ വ്യാപരിക്കണം. കൃപയുണ്ട്, കൃപ പോയിട്ടൊന്നുമില്ല. പക്ഷേ എന്തോ കുറഞ്ഞു, ശക്തി. അതാ പ്രശ്നം, ശക്തി കുറഞ്ഞു. മനസ്സിലായോ? കൃപ പോയോ? എന്നാ സംഭവിച്ചു? ശക്തി കുറഞ്ഞപ്പോ എന്നാ പറ്റി? ക്ഷീണം പറ്റി. ശക്തി കുറയുമ്പോഴാ പുറകോട്ട് പോകുന്നത്. ശക്തി കുറയുമ്പോഴാ പിന്മാറ്റത്തിന്റെ വാക്ക് പറയുന്നത്. ശക്തി കുറയുമ്പോഴാ പ്രാർത്ഥന കുറയുന്നത്. ശക്തി കുറയുമ്പോഴാ ബൈബിൾ വായന കുറയുന്നത്. ശക്തി കുറയുമ്പോഴാണ് ലോകപരമായ കാര്യങ്ങളിലേക്ക് തിരിയുന്നത്. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഇന്ന് പകൽ തിരിച്ചറിയും, കൃപയകത്തുണ്ട്, ശക്തിപ്പെടണം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. അത് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ എന്റെ അകത്ത് വീണ കൃപയെ ഇന്ന് ശക്തിപ്പെടുത്തണം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചൊരു നിമിഷം എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ചൂടാരാബാന ഹംദരാജ